So mark your attendance now. Attendance എല്ലാവരും മാർക്ക് ചെയ്യണേ. Okay. എല്ലാവരും ഒന്ന് attendance മാർക്ക് ചെയ്യാം. Then take your textbook. Page number 124. 124. Okay. Page number 124. 1, 2, 4 എന്ന് എഴുതിയിട്ടുള്ള പേജ് എടുക്കാം അല്ലേ? 1, 2, 4. In our previous class, we have discussed about the wild animals. Wild animals ne kurichana nammal kazhinja class il padichadalle. Wild animals. What is wild animal? What is wild animal? What is wild animal, Jude? What is wild animal? എന്താണ് വൈൽഡ് ആനിമൽ? എന്താണ്? ടൈഗർ ഒക്കെ വൈൽഡ് ആനിമൽ ആണ്. സോ വൈൽഡ് ആനിമൽ എന്ന് വെച്ചാൽ എവിടെയുള്ള മൃഗങ്ങളാണ്? നമ്മുടെ വീട്ടിലാണോ അല്ല കാട്ടിലാണോ? എവിടെയാണ്? കാട്ടിലാണ്. സോ വൈൽഡ് ആനിമൽസ് ആർ ദ ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ. കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളാണ് അല്ലേ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. സോ wild animals are tiger, giraffe, bear, zebra, hippo, snake, crocodile, lion and rhino are wild animals. ഇതൊക്കെ wild animals ആണ് അല്ലേ? ഇവർ എവിടെയാ ഉണ്ടാവുക? കാട്ടിലാണ് അല്ലേ? കാട്ടിലാണ് ഇവരൊക്കെ ഉണ്ടാകാറ് അല്ലേ? നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല. വൈൽഡ് ആനിമൽസ് ആർ ദ ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ. ഇവര് സാധാരണയായിട്ട് കാട്ടിലാണ് താമസിക്കാറ് അല്ലേ? എന്നാലും ചിലപ്പോ എന്താണ് സ്നേക്ക് ഒക്കെ എവിടെ ഉണ്ടാവും? വീടിന്റെ പരിസരങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും അവർ താമസിക്കുന്ന എവിടെയാണ്? കാട്ടിലാണ് അല്ലേ? നമ്മുടെ വീടിന്റെ അകത്താണോ? നോ. വൈൽഡ് ആനിമൽസ് ആർ ദ ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ. കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളാണ് അല്ലേ അവര്. സോ നമ്മള് ഏതൊക്കെ വൈൽഡ് ആനിമൽസ് ആ ഉള്ളത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇനി നെക്സ്റ്റ് പേജ്, ടേക്ക് ദ നെക്സ്റ്റ് പേജ്. സോ പേജ് 124. ഓക്കെ, നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള പേജിൽ എന്തുണ്ട്? എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഫോർ യു. എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ആണല്ലേ ഉള്ളത്. എന്താണ്? റൈറ്റ് P for pet. So also take your pencil. Okay. പെൻസിൽ കൂടെ എടുക്കുക കയ്യില്. എന്നിട്ട് എന്ത് ചെയ്യാ? റൈറ്റ് P for pet animals. Write W for wild animals. Here is the pictures of 3 animals. First one is a parakeet, and the second one is lion, and the third one is a dog. And which is the pet animals and which is wild animal from those. So write P for pet animal, W for wild animal. ഇങ്ങനെയാണ്. ഇതിൽ വൈൽഡ് ആനിമൽ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? റൈറ്റ് W for wild animals. W എഴുതുക. വൈൽഡ് ആനിമൽ ഏതാണെന്ന് വെച്ചാല് അതിന്റെ താഴെ ഒരു കുഞ്ഞു സർക്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന്റെ അകത്ത് W എന്ന് എഴുതാം. If it is a wild animal or otherwise it's a pet animal, write P. Okay. So which one is the pet animal from this picture? Anjita Ranjit. Which is the pet animal? Which is the pet animal from this picture? Cat. Yes. ഏതൊക്കെയാണ്? Cat ഉണ്ട്, പിന്നെന്താ? Cat ഉണ്ട്, dog ഉണ്ട്. Okay. Okay. ഇവിടെ കുറേ പിക്ചേഴ്സില് വൈൽഡ് ആനിമലും പെറ്റ് ആനിമലും ഉണ്ട്. സോ പെറ്റ് ആനിമൽസ് ഏതൊക്കെയാണ്? പാരക്കീറ്റ്, പിന്നെയോ നമ്മുടെ അഞ്ജിത പറഞ്ഞു പാരക്കീറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. Then Kashyap,
ഏതാണ് ഒരു വൈൽഡ് ആനിമൽ അതിലുള്ളതില്? നെയിം ഓഫ് എ വൈൽഡ് ആനിമൽ. കശ്യപ് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, സിംഹം, ലയൺ. ലയൺ, lion. Okay, okay, fine. So lion is a wild animal. So lion wild animal ആണല്ലേ. Lion is lives in jungle. So lion is a wild animal. Okay. Then first picture is parakeet. Parakeet is a wild animal or a pet animal? Aman, parakeet is a wild animal or pet animal? പെറ്റ്. Yes, parakeet is pet. So write P. അവിടെ എന്ത് ചെയ്യാ? P എഴുതുക അല്ലേ? P. P. P for pet. Pet animal. Okay. So P. Then next picture is dog. Dog. Then Anvita. Anvita, please unmute. Unmute it, Anvita. Dog. Okay. Dog. Dog is a pet animal or a wild animal? ഏതാണ് pet? Yes. Dog is pet. So write P in that circle. ആ സർക്കിളിൽ എന്ത് ചെയ്യാ നമ്മള്? P എഴുതുക അല്ലേ? Dog is a pet. Okay. So P. P എഴുതുക. Then next picture, the fourth picture is, what is that? That's a rabbit. Okay, it's a rabbit. So Dion Jake, rabbit is a wild animal or a pet animal? Dion, please unmute. Dion Jake, can you hear me? Okay, rabbit is a pet animal or a wild animal? Which animal is P? Okay, P means pet. P for pet animal. So write P in that circle. ആ സർക്കിളിന്റെ അകത്ത് എന്ത് എഴുതുക? P എഴുതുക അല്ലെ? Rabbit is a pet animal. So P. So next, what is that? എന്താണത്? എന്താണ് ഉള്ളത്? That is a panda bear. Okay. അതെന്താണ്? ഒരു panda bear ആണ് അല്ലേ? ഒരു ബിയർ ആണ് അവിടെ ഫോർത്ത് പിക്ചറിൽ. അതൊരു പാൻഡാ ബിയർ ആണ് അവിടെ ഉള്ളത് അല്ലേ? അതിന് നമ്മള് എന്താണ് എഴുതേണ്ടത്? ഇതിനെ വീട്ടിൽ വളർത്തുന്നതാണോ നമ്മള്? അല്ല, നമ്മള് കാട്ടിലാണോ ഇതിനെ കാണാറ്? എവിടെയാ ഉണ്ടാവാറ്? ഇതിനെ വീട്ടിൽ വളർത്താറുണ്ടോ? ഉണ്ടോ ദക്ഷിത്തെ? Fifth picture, what is that? It is a wild animal or a domestic animal? Unmute ചെയ്തേ ദക്ഷിത്. ദക്ഷിത്, please unmute. എന്താണ് മോനെ? അൺമ്യൂട്ട് ആകുന്നില്ലേ? ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ. ഓക്കെ. Panda. Yes, that's a wild animal or pet animal. ഏത് ആനിമലാന്ന്? Wild animal. Okay, wild animal. So write W. Okay, W ആണ് അവിടെ എഴുതേണ്ടത് അല്ലേ? Wild animal. Okay, wild animal ആണ് അല്ലേ അത്? Then next picture, what is that? Next. Then ആ പാണ്ട ബെയറിന് ശേഷം എന്താണുള്ളത്? എന്താണത് ഇവ?
ഇവ എന്ത് പിക്ചറാണ് മോളേത്? എന്ത് പിക്ചറാണ് ഇവ? It's a crocodile, okay. It's a wild animal or a pet animal? എന്താണ്? Okay. എന്താണ്? പെറ്റ് ആനിമൽ ആണോ? വൈൽഡ് Wild animal. So, right? W. Okay. W ആണ് അവിടെ എഴുതേണ്ടത് അല്ലേ? അത് വൈൽഡ് ആനിമൽ ആണ്. The next one. Next picture. എന്താണ് അടുത്ത പിക്ചറിലുള്ളത്? എന്താ ഉള്ളത്? ഏഞ്ചൽ മരിയ TP. എന്താണ് മോളേത് നെക്സ്റ്റ് പിക്ചറിൽ? അങ്ങോട്ട് പറ ടീച്ചറിന്. ക്രോക്കഡൈൽ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ക്യാറ്റ് ആണല്ലേ? അപ്പൊ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? W ആണോ P ആണോ? P ആണ് എഴുതേണ്ടത് അല്ലേ? P. Okay. Cat is a pet animal. So P ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. Okay. P. Then last picture. Last picture ആണല്ലേ ഇനി? ഇതെന്താണ്? ലാസ്റ്റ് ഉള്ള ഒരു പിക്ചർ ഉണ്ട് അല്ലേ? എന്ത് ആനിമൽ ആണത്? എന്ത് ആനിമൽ ആണ്? തനുഷ് എന്താണ് മോനെ അത്? അൺമ്യൂട്ട് ചെയ്തേ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ക്രോക്കഡൈൽ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ക്യാറ്റിന്റെ പിക്ചറും കഴിഞ്ഞിട്ട് ടൈഗർ ആണല്ലേ? ടൈഗർ ആണ് അവിടെ ഉള്ളത് അല്ലേ? ടൈഗർ എന്താണ്? വൈൽഡ് ആനിമൽ ആണോ പെറ്റ് ആനിമൽ ആണോ? എന്താണ്? വൈൽഡ് ആണ്. സോ നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത്? W ആണല്ലേ? W ഫോർ വൈൽഡ് ആനിമൽ. സോ W എഴുതാം അവിടെ. ഓക്കെ. സോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാ. ആദ്യം നമ്മൾ എഴുതിയത് പാരക്കീറ്റ് ആണ്. പാരക്കീറ്റ് P. ഓക്കെ. പെറ്റ് ആനിമൽ. And next one lion. Lion is W. Wild animal. And the third one എന്താണ്? Dog ആണല്ലേ? Dog. So P for pet animal. So അവിടെ P ആണ് എഴുതേണ്ടത്. The next one rabbit. Rabbit is pet. So P. And the next one panda bear. So right there W. And the next one crocodile. W. Cat. Pet. P ആണല്ലേ? The last one tiger. Tiger is a wild animal. So right there W. Okay. ആഷ്നിയുടെ അടുത്ത് എന്താണ് ആഷ്നിയുടെ കയ്യില്? എവിടെ ശ്രദ്ധിച്ചിരുന്ന മോളെ? ഓക്കെ. സോ നമ്മൾ അത് ഫില്ല് ചെയ്തു. എന്നിട്ട് അവിടെ എന്തുണ്ട്? ഒരു ചെറിയ പോയം ഉണ്ട് അല്ലേ? എന്താണ്? വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. ജംഗിളിലെ കൂടെ നടക്കുമ്പോൾ അല്ലേ? ജംഗിൾ മീൻസ് കാട് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്താണ് ജംഗിൾ? കാട്. സോ നമ്മൾ ഈ കാട്ടിലെ കൂടെ നടക്കുമ്പോ എന്തൊക്കെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. Walking through the jungle, what did I see? A big lion roaring at me. എന്താണ്? കാട്ടിലെ കൂടെ നടക്കുമ്പോൾ അല്ലേ? വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. നിങ്ങൾ എപ്പോഴെങ്കിലും കാട്ടിലെ കൂടെ നടന്നു പോയിട്ടുണ്ടോ? ഉണ്ടോ?
ആരെങ്കിലും പോയിട്ടുണ്ടോ? ആൻഡ്രിയ തെരേസ് ഉണ്ടോ മോളെ? ഇല്ല അല്ലേ? ഇല്ല, ആരും പോയിട്ടില്ല. സോ വാക്കിംഗ് ത്രൂ ദ ജംഗിൾ വാട്ട് ഡിഡ് ഐ സീ? കാട്ടിലെ കൂടെ പോകുമ്പോ എന്താണ് ഞാൻ കാണുന്നത് അല്ലേ? എന്താണ് കണ്ടത്? എ ബിഗ് ലയൺ റോറിംഗ്. ഒരു വലിയ ലയൺ. കാട്ടിൽ എന്തുണ്ട്? എ ബിഗ് ലയൺ ഈസ് ദേർ. ഒരു വലിയ സിംഹം ഉണ്ട് അല്ലേ? എന്താ ഉള്ളത്? എ ബിഗ് ലയൺ ഈസ് ദേർ. ഇറ്റ് ഈസ് roaring at me. me എന്നെ നോക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? റോർ ചെയ്യുന്നുണ്ട് അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? സിംഹം എങ്ങനെയാ റോർ ചെയ്യാ? സിംഹം എങ്ങനെയാണ് സിംഹം ഗർജിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിംഹം വലിയ ശബ്ദം ഉണ്ടാക്കും അല്ലേ? ലയൺ എന്ത് ശബ്ദം ഉണ്ടാക്ക? എങ്ങനെയാണ് ദക്ഷിത്തെ? ഇങ്ങനെയാണ് ലയൺ ശബ്ദം ഉണ്ടാക്കുന്നത്. ദക്ഷിത്തിന് അറിയോ നോക്കട്ടെ? ആരൊക്കെയാണ് നന്നായിട്ട് നല്ല സിംഹത്തിനെ പോലെ ഗർജനമൊക്കെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ? എങ്ങനെയാണ് ദക്ഷിത്തെ? അൺമ്യൂട്ട് ചെയ്തേ. കണ്ടോ? വലിയ സിംഹാണല്ലേ? ഒരു വലിയ ലയണാണ് ഇപ്പൊ കരഞ്ഞത്. നന്നായിട്ടുണ്ടേ. ഇനി ആരാണ്? ഇനി അടുത്ത ലയൺ ആരാ നോക്കട്ടെ? ഇനി ബ്രയാനാണോ? ബ്രയാനാണ് അടുത്തത്. കുഞ്ഞു ലയണാണോ വലിയ ലയണാണോ എന്നൊക്കെ നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തേ. കണ്ടോ? അതിനേക്കാളും എന്താണ് കുറച്ച് ചെറിയൊരു ലയണാണ് അല്ലേ? നന്നായിട്ടുണ്ട്. ഒരു കുഞ്ഞു ലയണാണ് ഇപ്പൊ കേട്ടത്. ഇനിയിപ്പോ ആരാണ്? ആൻഡ്രിയ തെരേസ് നോക്കട്ടെ. ആൻഡ്രിയ വലിയ ലയണാണോ കുഞ്ഞു ലയണാണോ എങ്ങനെയാണ് നോക്കട്ടെ? അൺമ്യൂട്ട് ചെയ്തേ. കണ്ടോ? നന്നായിട്ട് ചിരിക്കുന്ന ഒരു ലയണാണ്. നന്നായിട്ടുണ്ട്. ഓക്കെ, ആൻഡ്രിയയുടെ ലയൺ എന്താണ്? നന്നായിട്ട് ചിരിക്കുന്ന ഒരു ലയണാണ് അല്ലേ? ഈ ആരാണ്? ആമാനാണ് അടുത്തത്. ആമാന്റെ ലയണാണ്. അയ്യോ, വലിയതാണല്ലേ? ഭയങ്കര വലിയ ലയണാണ് ഇപ്പൊ കേട്ടത് അല്ലേ? നന്നായിട്ടുണ്ടേ അമ്മാൻ. കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ടല്ലേ? ഉണ്ടല്ലേ? ഇനിയിപ്പൊ രഞ്ജിത്തിന്റെ ആണേ. അഞ്ജിതയുടെ വീട്ടിലുള്ള ലയൺ എങ്ങനെയുള്ളതാന്ന് നോക്കാലോ നമുക്ക്. അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ. അഞ്ജിതയ്ക്ക് റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു മോളെ. ഇനിയിപ്പോ നമുക്ക് ആരുടെ? നമുക്ക് ബർത്ത്ഡേ ഉള്ള ഒരു ലയണിന്റെ ശബ്ദം കേൾക്കാം അല്ലെ? ഇന്ന് ബർത്ത്ഡേ ഉള്ള ലയണ് അവിടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാലോ. ജുവലിന്റെ ലയൺ എങ്ങനെയാണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ജുവൽ. ഓക്കെ. കുഞ്ഞു ലയണാണല്ലേ? ചെറുതാണ്, വളരെ ചെറുതാണല്ലേ? നന്നായിട്ടുണ്ടേ. ബർത്ത്ഡേ ആയോണ്ടാണ് ലയണിന് വലിയ ശബ്ദമില്ലാത്തത്. ഇനിയിപ്പോ ആരാണ്? ആഷ്നിയുടെ നോക്കട്ടെ. കുഞ്ഞു ലയണാണോ വലുതാണോ? വലുതാണല്ലേ? അത്യാവശ്യം വലുതാണല്ലേ? ഒരു വലിയ ലയണാണ്. ഇനിയിപ്പോ ആരാണ്? അടുത്തത് ആരാണ്? ഇനിയിപ്പോ കശ്യപാണ്. കശ്യപ് കഴിഞ്ഞിട്ട് അതിജിത്ത്. മിസ് കാണുന്നുണ്ട്, വിളിക്കാം. അത്യാവശ്യം വലുതാണല്ലേ? കണ്ടോ? കശ്യപിന്റെ ലൈനെ കണ്ടോ? ഇനിയിപ്പോ അതിജിത്തിന്റെ ആണേ. അതിജിത്തേ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഭയങ്കര വലിയ ഭീകര അതിജിത്തിന്റെ ലൈൻ അങ്ങനെയാണ്. നെക്സ്റ്റ് ആരാ? ഹിസയാണോ? ഹിസ അത്യാവശ്യം വലുതാണല്ലേ? കുറച്ച് വലിയ ലൈനാണേ.
കേട്ടത്? നമുക്ക് പേടിയാവുന്നുണ്ടല്ലേ കേൾക്കുമ്പോ? ഇനി ആരാണ് യാൻദേവേ? ഇനി ഒരു കുഞ്ഞു ലയണാണേ. യാൻദേവേ യാൻദേവ്, നമുക്കൊന്നും കേൾക്കുന്നില്ലല്ലോ മോനെ. യാൻദേവിന്റെ എന്തോ റേഞ്ച് ഇഷ്യൂ യാൻദേവിനുണ്ട്. കുറച്ച് ക്ലിയർ ആവട്ടെ, എന്നിട്ട് നമുക്ക് വിളിക്കാം. യാൻദേവിന്റെ വീഡിയോ ഓഫ് ചെയ്തതാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത മോനെ യാൻദേവ്. നമ്മൾ ആരും കേട്ടില്ല. വലിയ ലയണാണല്ലേ, വലുതാണ്, അത്യാവശ്യം വലിയ ലയണാണേ. ഇനിയിപ്പോ സഹലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോ സഹലിന്റെ അടുത്തുള്ള ലയണിന്റെ ശബ്ദം കേൾക്കാലോ നമുക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ആരെങ്കിലും കയ്യുയർത്തുന്നുണ്ടോ? മിസ് കാണാത്തോണ്ടാണേ. ജൂഡ്, നിഹാര, റിദ ഫാത്തിമ എല്ലാരെയും വിളിക്കാം മിസ്. ഓക്കെ, നിഹാര അൺമ്യൂട്ട് ചെയ്ത മോളെ. ഓക്കെ, കണ്ടോ എങ്ങനെയുണ്ട്? നമ്മള് ശരിക്കും പേടിച്ചു പോയില്ലേ? നമ്മളെല്ലാരും പേടിച്ചു പോയി. നിഹാര നന്നായിട്ടുണ്ടേ. ഇനി ആരാണ്? ജൂഡ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് ജൂഡ്. അയ്യോ, ശരിക്കും ജൂഡിന്റെ വീട്ടില് ലയൺ ഉണ്ടോ? ഇല്ല. ഇല്ല, ജൂഡ് തന്നെയാണോ ശബ്ദം ഉണ്ടാക്കിയത്? അതെ. ഓ മൈ ഗോഡ്, മിസ് വിചാരിച്ചു ശരിക്കും അവിടെ ലയൺ ഉണ്ടെന്ന്. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടേ. ഓക്കെ, then Rida, the next to Rida. Okay, അതും കൊള്ളാല്ലേ, നന്നായിട്ടുണ്ടല്ലേ. ഇനി ആരാണ്? ഏഞ്ചൽ മരിയ ആൻഡ് താനൂസ്. ഏഞ്ചൽ. ഓക്കെ, വലിയ ലയണാണല്ലേ. ഇനിയിപ്പോ തനുസിൻ്റെതാണേ. തനുസേ അൺമ്യൂട്ട് ചെയ്തേ. അയ്യോ, നമ്മള് ശരിക്കും പേടിച്ചു പോയി കേട്ടോ താനൂസ്. ഇനി ആരാണ്? അഞ്ജിതയാണോ മോളെ? അഞ്ജിതയ്ക്ക് നേരത്തെ എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായി അല്ലേ? അയ്യോ, കൊറേ ലൈൻ ഉണ്ട് തോന്നുന്നു അവിടെ, കൊറേ ശബ്ദം ഉണ്ടല്ലേ, കൊറേ സിംഹം ഉണ്ട് അഞ്ജിതയുടെ അടുത്ത്. ഇനി ആരാണ്? ആരെങ്കിലും കയ്യോർത്തിട്ടുണ്ടെങ്കിൽ മിസ്സിനോട് ഒന്നുകൂടെ പറയണേ, മിസ് കാണാത്തോണ്ടാണ് കേട്ടോ. ഏഞ്ചൽ മരിയ ഉണ്ട് അല്ലേ? ഏഞ്ചൽ മരിയ TP. ഓക്കെ, അയ്യോ, ഭയങ്കര വലിയ ലൈനാണല്ലോ അത്. ശരിക്കും ഇനി അവിടെ ലൈൻ ഉണ്ടോ ഏഞ്ചൽ? എന്താണ്? ഓക്കെ, ഇനി ആരാണ്? ആലിയ. ഓക്കെ, ആലിയ, അൻവിത. മിസ് വിളിക്കാം, ഓരോരുത്തര് കാണുന്നുണ്ടേ. കുറച്ച് വലിയ ലൈനാണല്ലേ, നന്നായിട്ടുണ്ട് ആലിയ. അൻവിത. എവിടെ ലയൺ? ചെറിയ ലയണാണ് അല്ലേ, കുഞ്ഞു ലയണാണ്.
ലയന്റെ കുട്ടിയാണെന്ന് തോന്നുന്നല്ലേ ചെറുത് ആണോ അൻവിത? ഇനി ആരാണ്? ഓക്കെ, ഡിയോൺ ജെയ്ക്ക്. എന്താണത്? കുഞ്ഞാണല്ലേ, വളരെ ചെറുത് ആണ് ഡിയോൺ. ഒന്നുകൂടെ ആക്കി. ഇപ്പൊ കുറച്ച് വലുതായിട്ടുണ്ട് അല്ലേ, നന്നായിട്ടുണ്ട്. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കയ്യേർത്തേ, മിസ് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. വൈഷ്ണവിന്റെ അടുത്ത് ലൈൻ ഉണ്ടോ? വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കേൾപ്പിച്ചേ. വൈഷ്ണവേ, വൈഷ്ണവ് നന്നായിട്ട് ലയന്റെ ശബ്ദം ഉണ്ടാക്കുന്നു. വൈഷ്ണവിന്റെ അമ്മ പറഞ്ഞല്ലോ, നല്ല മോനാണ്. ഒന്ന് കാണിച്ചേ. വൈഷ്ണവിന് അറിയില്ല തോന്നുന്നു അല്ലേ? സ്കൂളിൽ പോണ്ടേ? ആണ് വൈഷ്ണവേ, ഒന്ന് കാണിച്ചേ എങ്ങനെയാണ് സിംഹത്തിന്റെ ശബ്ദം എന്ന് നമ്മളൊന്ന് കേൾക്കട്ടെ. മിസ്സിന് അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. എങ്ങനെയാ വൈഷ്ണവേ? അങ്ങനെയാണോ? ആണോ? ഇങ്ങനെയാണോ? ഒച്ചത്തില് വേഗം പെട്ടെന്ന്. മിസ് കുറേ സമയം വേറെ കുട്ടികളെ വിളിക്കാം. സൂപ്പർ, നന്നായിട്ടുണ്ട്. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത എല്ലാരും വൈഷ്ണവിന്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വൈഷ്ണവിന് നന്നായിട്ട് ലയന്റെ ശബ്ദം ഉണ്ടാക്കാൻ അറിയാല്ലേ. വെരി ഗുഡ്. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടോ? നിവേദിതേ. ഇന്ന് ബർത്ത്ഡേ ഉള്ള വേറൊരു ലയനാണ് നിവേദിത്. ഓക്കെ. അയ്യോ, ഭയങ്കര വലുതാണല്ലേ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? മിസ് ഒന്നുകൂടെ നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കൈയേർത്തണേ. ആരുമില്ല അല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ലാസ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റി ചെയ്തു. വൈൽഡ് ആനിമലിനെയും പെറ്റ് ആനിമലിനെയും ഫൗണ്ട് ചെയ്തു. പിയും ഡബ്ല്യൂയും എഴുതി. പിന്നെ ഇത് ബാക്കി എന്താണ്? നമ്മളൊരു പോയവും ഒരു ലൈൻ നോക്കി അല്ലെ. എന്താണ്? ഒരു ബിഗ് ലയൺ എന്ത് ചെയ്യുന്നുണ്ട്? റോറിങ് അറ്റ് ദ ജംഗിൾ. എന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗർജിക്കുന്നുണ്ട് അല്ലെ, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആര്? എ ബിഗ് ലയൺ. ഓക്കെ, the next one, walking through the jungle, what did I see? A baby monkey laughing at me. ആദ്യം എന്താണ്? ഒരു വലിയ ലയൺ റോർ ചെയ്തു അല്ലെ അവിടുന്ന്. then next one നോക്കിയപ്പോ കുറച്ചുകൂടെ നടന്നപ്പോ എന്താ കണ്ടേ? ഒരു മങ്കി അല്ലെ, ഒരു ബേബി മങ്കി, ഒരു കുഞ്ഞ് കൊരങ്ങൻ അല്ലെ, ഒരു കൊരങ്ങിന്റെ കുഞ്ഞ് എന്ത് ചെയ്തു? എന്നെ നോക്കിയിട്ട് ചിരിച്ചു അല്ലേ. എങ്ങനെയാ ചിരിച്ചത്? എങ്ങനെയാണ്? എല്ലാരും ഒന്ന് ചിരിച്ചു നോക്കട്ടെ. എങ്ങനെയാണ് ചെറിയ കൊരങ്ങൻ ചിരിക്കുന്നത്? എല്ലാരും ബ്രയാനൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഏഞ്ചൽ മരിയയുടെ അടുത്ത് എന്താണ്? ഏഞ്ചൽ മരിയ ആണോ ആൻഡ്രോസ് ആണോ അത്? ബേബി മങ്കി ആരാണ്? ആൻഡ്രോസ് ആണല്ലേ. ഓക്കെ, എങ്ങനെയാണ് ബേബി മങ്കി ചിരിക്കുന്നത്? ഒന്ന് കാണിച്ചു എല്ലാരും. കൊരങ്ങൻ എങ്ങനെയാ ഉണ്ടാവുക? എന്തൊക്കെയാ കളിക്കുക? ബ്രയാനൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ? അങ്ങനെയാണല്ലേ. എന്തൊക്കെയോ കളിക്കാറുണ്ടല്ലേ. അപ്പോ കാട്ടിലെ കൂടെ പോയപ്പോ എന്തൊക്കെ കണ്ടു? ബിഗ് ലയൺ റോറിങ് അറ്റ് മീ ആൻഡ് ദ ബേബി മങ്കി ലാഫിങ് അറ്റ് മീ. എന്നെ നോക്കിയിട്ട് ഒരു ബേബി മങ്കി ചിരിക്കുന്നുണ്ട്. ഒരു വലിയ ലയൺ എന്ത് ചെയ്യുന്നുണ്ട്? റോർ ചെയ്യുന്നുമുണ്ട് അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഫിനിഷായി. സൗണ്ട് കുറഞ്ഞു പോയോ? മിസ് പറയുന്നത് കേൾക്കുന്നില്ലേ?
നമ്മൾ എന്ത് ചെയ്യാ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം ഒക്കെ ആവുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് എല്ലാ ദിവസവും വായിച്ചിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് ഉള്ളത്, പിക്ചേഴ്സ് ഒക്കെ നോക്കുക നന്നായിട്ട്. ദെൻ കളറിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്? കളർ ജംബോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മിസ്? ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കളറിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തു വെക്കുക. എക്സാം ആവുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം ഒന്നുകൂടെ. ജ്വലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ജ്വലേ ഉണ്ടോ?